നമുക്കറിയാം ഈ ജൂലൈ 31 വരെ ട്രോളിംഗ് നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തിന്റെ ലഭ്യതയിൽ കുറവുണ്ട്. മത്സ്യത്തിന്റെ വിപണിയും ഈ സൂചിപ്പിക്കുന്ന പോലെ കേരളത്തിന് ഒരു വിപണിക്ക് ഒരു ഏകീകൃത സ്വഭാവം ഒന്നുമില്ല. ഓരോ മേഖലയിലും വ്യത്യസ്തമായ വിലയാണ്. അതുതന്നെ വലിയ അന്തരവും ഉണ്ടാകാറുണ്ട് എന്നതാണ്. ഒരു സ്ഥലത്ത് മീനിന്റെ വില, ഒരേ മീനിന്റെ വില തന്നെ മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ വലിയ തോതിൽ മാറിയും മറിഞ്ഞുമൊക്കെ നിൽക്കും എന്നതാണ്. ഈ ബീഫിന്റെ വില വർദ്ധിച്ചിരിക്കുന്നു, ചിക്കന്റെ വില വർദ്ധിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് വിപണിയിൽ മീനിന്റെ വിലയും കുത്തനെ ഉയർന്നത്. സാധാരണക്കാരുടെ പ്രിയപ്പെട്ട ഇനമായ ചാളയ്ക്കും അയിലയ്ക്കും വരെ വില കൂടിയിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ അത് 300-ലേക്ക് എത്തി എന്നുള്ളതാണ്. മറ്റ് മീൻ ഇനങ്ങൾക്കും വില ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. ട്രോളിംഗ് നിരോധന കാലം ആയതിനാലാണ് വില വർദ്ധിക്കുന്നത് എന്നതാണ് വ്യാപാരികൾ പറയുന്നത്. പക്ഷേ കാരണം എന്തു തന്നെയാണ് എങ്കിലും മലയാളിക്ക് പൊതുവിൽ ഈ സീസൺ എന്നത് അങ്ങേയറ്റം കൈപൊള്ളുന്ന കാലം എന്ന് തന്നെ പറയേണ്ടി വരും. ചിക്കനും താറാവിനും ഒക്കെ വില കൂടുന്നത് പോലെ തന്നെയാണ് മത്സ്യത്തിന് മീൻ വിപണിയിലും വില കൂടുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണമായിട്ട് അവർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിപ്പോൾ ട്രോളിങ്ങിൻ്റെ ഒരു സമയമാണ്, ട്രോളിംഗ് നിരോധന കാലമാണ്. ഇപ്പോൾ ബോട്ടുകൾക്ക് മീൻപിടുത്തത്തിന് പോകാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു മത്സ്യത്തിൻ്റെ ഒരു കൂടുതലായിട്ട് വിപണിയിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ വില ഉയരുന്നു എന്നത് തന്നെയാണ് പൊതുവിൽ പറയുന്നത്. കാരണം നിത്യോപയോഗ സാധനം എന്ന രീതിയിൽ തന്നെ പലരും മത്തി, ചാളയെല്ലാം ഉപയോഗിക്കും. ചാളയ്ക്ക് പലയിടങ്ങളിലും വില പല രീതിയിലാണ് നിലനിൽക്കുന്നത്. നമ്മളുള്ളത് ഇവിടെ കൊച്ചിയിലെ കാളമുക്ക് ഹാർബറിലാണ്. ഹാർബറിലാവുമ്പോൾ കുറച്ച് വിലയ്ക്ക് ഒരല്പം ആശ്വാസമുള്ളൊരു ഇടമാണ്. എങ്കിലും ഇവിടെ നിന്ന് റീറ്റെയിലിലേക്കെല്ലാം തന്നെ എത്തുമ്പോഴേക്കും വില കൂടുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് ഈ കടലിൽ നിന്ന് കൂടുതലായിട്ട് മത്സ്യങ്ങൾ ലഭ്യമല്ലാത്തൊരു സമയമാണിതെങ്കിലും ഇവിടെ വള്ളങ്ങൾ മത്സ്യബന്ധനത്തിന് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതലായിട്ടും തന്നെ ഇവിടെയുള്ള ഇതൊരു ഹോൾസെയിൽ മാർക്കറ്റും അതോടൊപ്പം തന്നെ റീറ്റെയിലായിട്ട് വിൽക്കുന്ന ഇടമാണ്. ഇവിടങ്ങളിൽ കുറേയെങ്കിലും ഇത് കാണാൻ കഴിയുന്ന മീനെങ്കിലും കാണാൻ കഴിയുന്നത് വള്ളപ്പണിക്ക് പോകുന്നതുകൊണ്ടാണെന്നാണ് പറയുന്നത്. നമുക്കൊപ്പം ഈ കടയുടെ സുജീഷ് കൂടി ചേരുന്നുണ്ട്. സുജീഷ്, എങ്ങനെയാണ് പൊതുവിൽ ഇപ്പോൾ ട്രോളിങ്ങിന്റെ ഒരു സമയമായതുകൊണ്ട് കുറച്ച് വില കൂടിയിട്ടുണ്ടെന്നാണ് പൊതുവിൽ പറയുന്നത്, അങ്ങനെയാണോ? ട്രോളിംഗ് ആയിട്ട് ഇപ്പൊ മീന് വള്ളക്കാർ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പണികൾ മാത്രമാണ് ഇപ്പൊ നടക്കുന്നത്. 20 മൈൽ നോട്ടിക്കൽ മൈലിന്റെ പണി അവർക്കിപ്പോ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് പണി വളരെ മോശമാണ്. തുച്ഛമായ ചാളയാണ് കിട്ടുന്നത്. ഇപ്പൊ ചെമ്മീനാണ് കുറച്ച് കൂടുതലായിട്ട് കിട്ടുന്നത്. വലിയ നാരഞ്ചെമ്മീന്റെ പൂവാലൻ ചെമ്മീന്റെ പണികളൊക്കെ നടക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയും ശനിയാഴ്ച ആയിട്ട് കുറച്ച് ചാളപ്പണി കുറച്ച് ചാള വന്നു. അതിന്റെ പേരിൽ ഇപ്പൊ ഇത്തിരി വില കുറവുണ്ട്. അതിനു മുമ്പ് വരെ 340, 300, 250 ആ റേഞ്ചിൽ നടന്നിരുന്ന ചാള ഇപ്പൊ 2 ദിവസങ്ങളായിട്ട് ഒരു 200, 200 ആ റേഞ്ചിലേക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ചാളനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ വള്ളക്കാർക്ക് ഒന്നും ആയിട്ടില്ല. ഇപ്പൊ രാവിലെ 4 മണിക്ക് വള്ളക്കാർ പോയിട്ട് ഇതുവരെ വള്ളക്കാർക്ക് ഒരു പണിയായിട്ടില്ല. അപ്പൊ ഇന്നത്തെ റേറ്റ് എന്താണെന്നുള്ളത് വള്ളക്കാർക്ക് മീൻ പിടിച്ച് വന്നിട്ടായിരിക്കണം ഇങ്ങനെയുള്ള റേറ്റ് അറിയാൻ പറ്റും. ചിലപ്പോൾ നേരെ വള്ളക്കാർക്ക് 60-50 വള്ളങ്ങൾ ഇവിടുന്ന് മണിക്കുണ്ട്. 1-2 വള്ളങ്ങൾക്കാണ് മീൻ വരുന്നതെങ്കിൽ പിന്നെയും ചാളന്റെ വില നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് മീൻ വില കയറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ 160 മീൻ പെട്ടെന്ന് തന്നെ 300, 250 പോകും. അപ്പൊ ചാള മീൻ ഇപ്പൊ പൊതുവെ നമ്മളെ കേരള തീരത്ത് അവൈലബിലിറ്റി വളരെ കുറവാണ്. ഇതിൽ പൊതുവിലിപ്പോ ഈ വള്ളപ്പണിക്ക് പോയി വന്ന മീനുകളാണോ കൂടുതൽ? ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ കടലിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കടകളിൽ വരുന്നത് വളർത്തുമീൻ ഉണ്ടാവും. അതായത് പിരാന, റൂഹ്, കാളാഞ്ചി, കട്ട്ല അങ്ങനെയുള്ളതൊക്കെ വളർത്തുമീനും. ബാക്കി വരുന്നത് വള്ളക്കാര മീനാണ് വരുന്നത്. ഈ ഒഴുക്കുവലയിൽ വരുന്ന മീനുണ്ടാവും. പിന്നെ ഫൈബർ വഞ്ചിക്കാർക്ക് വരുന്ന നെയ്മീൻ, കിളിമീൻ, പിന്നെ ഈ വരുന്ന മീനുകളൊക്കെ ഫൈബർ വഞ്ചിയിലും വള്ളക്കാർക്ക് വരുന്ന മീനുകളാണ് ഇപ്പൊ നമ്മൾ ഈ ട്രോളിംഗ് ആയിട്ട് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത്. സാധാരണ ആളുകൾ വന്നാൽ ചോദിക്കുന്ന കൂടുതലും ആദ്യം ചാളയിലേക്കായിരിക്കും സാധാരണക്കാർ. നമ്മൾ 90% ആൾക്കാർ വന്ന് ചോദിക്കുന്നത് ചാളയെ ചോദിക്കുള്ളൂ. അതായത് ഒരു ഷോപ്പിന്റെ മുഖമുദ്രന്റെ ചാള എന്ന് പറയുന്ന മീനില്ലെങ്കിൽ ബാക്കി ഒരു മീനും വിൽക്കാൻ പറ്റുന്നില്ല. ചാള ഇപ്പൊ 400 ആണെങ്കിലും 350 ആണെങ്കിലും 100 ആണെങ്കിലും ആൾക്കാർ 1 കിലോ ചാള വാങ്ങിച്ചിട്ട് ബാക്കിയുള്ള മീനിൽ നോക്കുള്ളൂ. ചാള ഇല്ലെങ്കിൽ അടുത്ത കടയിൽ പോയിട്ട് ചാളുള്ള കടയിൽ ബാക്കി വാങ്ങിക്കുള്ളൂ. ചാളയാണ് ആൾക്കാർക്ക് ഏറ്റവും പ്രിയമായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് മീനിന്റെ റേറ്റ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ചാള പ്രധാനമായി മലയാളികൾ ആശ്രയിക്കുന്ന ഒരു മീനാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ചാളയില്ലെങ്കിൽ അത് എടുത്തു വെച്ചില്ലെങ്കിൽ മറ്റു മത്സ്യങ്ങൾ എടുത്തു വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും വില പൊതുവിൽ കൂടുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അതായത് ട്രോളിംഗ് നിരോധനം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് കൊണ്ടാണ് ഈ രീതിയിലേക്ക് വരുന്നത്. ചേട്ടോ, ഈ മേടിക്കാൻ എത്തിയതാണോ? എങ്ങനെയുണ്ട് വിലയൊക്കെ? എങ്ങനെയുണ്ട്?
ഇപ്പൊ ഇവിടെ വില കുറവുണ്ട്, അതുകൊണ്ടാണ്. അതൊരു ഹോൾസെയിൽ മാർക്കറ്റും കൂടി ആയതുകൊണ്ട് ഇവിടെ കുറവുണ്ട്. കുറച്ച് കുറവുണ്ട്. പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ റീറ്റെയിലേക്ക് പോകുമ്പോൾ നല്ല വിലയാണ്. ചാളയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. അപ്പൊ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വില കുറവുണ്ടായതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ? കാളമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ കാളമുക്ക് ഹാർബർ അടക്കമുള്ള ഇവിടങ്ങളിൽ ഇവിടെ വരുമ്പോഴേക്കും വില കുറച്ച് ആശ്വാസമുണ്ട്. കാരണം ഇത് റീറ്റെയിൽ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ അവർക്ക് പല കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഡീസൽ വില അടക്കമുള്ള കാര്യങ്ങൾ, മറ്റ് ലോക്കൽ മാർക്കറ്റുകളിലേക്ക് എത്തുമ്പോൾ ഡീസൽ വില അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വില കുറെയെങ്കിലും കൂടുന്നത്. ഇതുപോലുള്ള ഇടങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ച് ആശ്വാസം എന്ന രീതിയിലാണ് ഉള്ളത്. എന്തായാലും നമ്മൾ കാണുന്ന ഇപ്പോൾ പുതുതായി ഇവിടെ എത്തിയ ചാള അത് അട്ടിയിടുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാളയില്ലെങ്കിൽ മറ്റു മീനുകൾ നിരത്തിയിട്ട് കാര്യമില്ല. പ്രധാനമായും മലയാളി ആശ്രയിക്കുന്നത് ഈ മത്സ്യാഹാരം എന്ന രീതിയിലേക്ക് ആശ്രയിക്കുന്നത് ചാളയും അയിലയുമൊക്കെയാണ്. അതുകൊണ്ടാണ് കൂടുതൽ വില ഈ സമയത്ത് കൂടാനും ഒരു കാരണം അതാണ്. ട്രോളിംഗ് നിരോധനമുള്ള കാര്യങ്ങൾ കണക്കിലെടുക്കുന്നു. ഇപ്പോൾ ഉള്ളത് റീറ്റെയിൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലേക്ക് വില കൂടുന്നുണ്ട്. ഇന്ധനവില അടക്കം അതിനൊരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും മലയാളികളുടെ പ്രിയപ്പെട്ട മത്സ്യവിഭവങ്ങൾക്ക് മത്സ്യങ്ങൾക്ക് ഇപ്പോൾ വില അല്പം കൂടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. മത്സ്യവും മാംസവും മലയാളികളിൽ വലിയൊരു ശതമാനം ആളുകളുടെയും തീന്മേശകളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷേ ഇപ്പോഴിതാ എല്ലാ വിഭവങ്ങൾക്കും ഈ തരത്തിൽ വില ഉയർന്നു നിൽക്കുന്നു എന്നതാണ് പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ പൊതുവിൽ യുദ്ധത്തിൻ്റെ ഒരു പ്രതിസന്ധി മലയാളികൾ നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായോ ഒക്കെ നേരിടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിനിടയിലും ഈ വിലവർദ്ധനവ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നതാണ് സാഹചര്യം. കൊച്ചിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ ആണ് ഡാനിപ്പോളും പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.